നമസ്കാരം. സംഖ്യകൾക്കൊക്കെ വളരെ നിരാശയുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. അയ്യോ, ഞാനല്ല കേട്ടോ അത് കണ്ടുപിടിച്ചത്. മധൂതി വൺ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മീഡിയ വൺ എന്ന ജിഹാദി പത്രം, മധൂതി പത്രമാണ് ആ ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്തവണയും കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല, അഥവാ പച്ച തൊടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത് എന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ BJP കോർ കമ്മിറ്റിയൊക്കെ കൂടുമല്ലോ, അങ്ങനെ BJP കോർ കമ്മിറ്റി കൂടി ഈ തെരഞ്ഞെടുപ്പ് വിശകലനമൊക്കെ നടത്തിയപ്പോഴാണത്രേ അവർ ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. കേരളത്തിൽ ഇത്തവണയും നമുക്ക് സീറ്റ് കിട്ടില്ല, ഒരിടത്ത് പോലും സീറ്റ് കിട്ടില്ല, പച്ച തൊടില്ല എന്ന് കോർ കമ്മിറ്റി കണ്ടെത്തിയെന്ന്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, കോർ കമ്മിറ്റി കണ്ടെത്തിയ കാര്യം ഈ മീഡിയ വൺ മാപ്ര എങ്ങനെ അറിഞ്ഞു എന്ന്. അയ്യോ, അതറിയില്ലേ? ഈ മീഡിയ വണ്ണിൽ വാർത്ത വായിക്കുന്ന ഇവൻ്റെ കൊച്ചച്ഛനാണ് കോർ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ ചായ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ചായ കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ BJPക്കാർ പറയുന്നത് കേട്ടിട്ടാണ് അയാൾ ആധികാരികമായിട്ട് വാർത്ത കൊടുത്തത്. ഇനി സംശയിക്കരുത്, ആർക്കും സംശയമൊന്നുമില്ലോ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2014 നരേന്ദ്രമോദി ആയിരിക്കും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് മാത്രമാണ് മുൻപേ തന്നെ പ്രഖ്യാപിച്ച് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അതായത് ഈ ഇന്ത്യയിൽ അതിനുശേഷം നൂറുകണക്കിന് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ലോകസഭയിലും നിയമസഭയിലും കൂട്ടിയാണ് ഞാനീ പറയുന്നത്. പക്ഷേ അന്ന് പോലും 2014 പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവില്ല എന്നായിരുന്നു ഈ മാപ്രകൾ പറഞ്ഞത്. എന്നിട്ടോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. അതിനുശേഷം ഇവിടെ 28 സംസ്ഥാനങ്ങളുണ്ടെന്ന് ഓർക്കണം. ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവർ ചില കണ്ടെത്തലുകൾ നടത്തും. BJP തോക്കും. ഇനി BJP തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ ഇവർ പുതിയ കണ്ടെത്തൽ നടത്തും. ഇന്ന ആളായിരിക്കും BJPയുടെ മുഖ്യമന്ത്രി. അവസാനം മുഖ്യമന്ത്രി ആരാണ് എന്നറിയുമ്പോഴാണ് ഇവരൊന്നും മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും മുഖ്യമന്ത്രി. ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. യോഗി ആദിത്യനാഥ് ആ സമയത്ത് MLA പോലും അല്ല, അദ്ദേഹം MP ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ MP സ്ഥാനം രാജിവെപ്പിച്ചിട്ടാണ് അന്ന് മുഖ്യമന്ത്രിയാക്കിയത്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ പോലും നമ്മൾ കണ്ടു, അവിടെ രേഖാശർ എന്നൊരു ആളുടെ പേര് ഇവിടെ മാധ്യമങ്ങൾ ചർച്ച പോലും ചെയ്തില്ല. ഒടുവിൽ അവരാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇവിടുത്തെ മാപ്രകൾ എന്തു പറയുന്നോ അതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യമായിരിക്കും BJPയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ അടുത്ത മെയ് 4 വരെ അവരുടെ പ്രേക്ഷകരായിട്ടുള്ള ഈ അന്തം ജിഹാദി സുഡാപ്പികളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തണം. പോരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ അവരുടെ സമയം തീരെ ശരിയല്ല. ഇറാനാണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് ഭ്രാന്ത് പിടിച്ചിട്ട് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നു. തുർക്കിക്ക് ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നു, ഖത്തറിനും കിട്ടി, UAEക്കും കിട്ടി, സൗദിക്കും കിട്ടിയെന്ന് പറയുന്നു. ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. സന്തോഷിക്കാൻ അവർക്ക് യാതൊന്നുമില്ല. അപ്പോൾ ആ പാവങ്ങൾ ഇങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് BJPക്ക് ഇത്തവണയും സീറ്റ് കിട്ടില്ല എന്ന് ഈ മധുദീപ് ഈ ചാനൽ അടിച്ചു വിടുന്നത്. അതിന് അവർ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഏറ്റവും രസകരം. BJPയുടെ കോർ കമ്മിറ്റിയിൽ നിന്ന് അറിഞ്ഞാണത്രേ ഇവറ്റകളെ കയറ്റും. അവിടെ ഏതെങ്കിലും മാധ്യമങ്ങളെ അവരുടെ കോർ കമ്മിറ്റിയിൽ കയറ്റും. അവർ വന്ന് പുറത്ത് വന്ന് പറഞ്ഞാലല്ലാതെ BJPയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള ഒരു മാപ്രകളും അറിയാൻ പോകുന്നില്ല. ഇനി അഥവാ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടുമില്ല, നടക്കാനും പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഈ മീഡിയ വൺ ഇപ്പോൾ പറഞ്ഞു വിട്ട വാർത്ത അത് സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കണ്ട് സംഘികൾ ബേജാറാവണ്ട. കാരണം ഇവരൊന്നും ഇന്നോളം നടത്തിയ യാതൊരു പ്രവചനവും അത് ബലിച്ചിട്ടില്ല. ആ പ്രവചനം ബലിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 3ാം തവണ രാഹുൽ ഗാന്ധി ആയിരുന്നേനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതുണ്ടായില്ലല്ലോ.